ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, തളപതി വിജയൻ്റെ 68ാമത്തെ ഫിലിം. ഈ ഫിലിം തളപതി വിജയൻ്റെ കരിയറിലെ ആദ്യത്തെ സൈഫൈ പടമായിരിക്കും. ഡയറക്റ്റ് ചെയ്യുന്നത് വെങ്കൽ പ്രഭുവാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ആകെ ഒരു നെഗറ്റീവേ തോന്നിയിട്ടുള്ളൂ. ഇളയ തളപതിയുടെ ലുക്കാണ്. ബാക്കി ആക്ഷൻ സീക്വൻസസ് ഇതൊക്കെ സെറ്റായിരുന്നു. സോ ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞതായിരുന്നു ഈ ഫിലിം വിജയൻ്റെ കരിയറിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ ഫിലിമായിരിക്കും. പിന്നീട് ഇതിൻ്റെ ട്രെയിലറും ഗോഡ് ബർത്ത്ഡേ ഷോട്ട്സും എടുത്ത് നോക്കിയാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഈ ഫിലിം ഒരു ഓൾ ഔട്ട് ആക്ഷൻ ത്രില്ലറാണെന്ന്. സോ സീൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ലൊക്കേഷൻ ഇന്ത്യയിലാണ്. പിന്നീട് പ്രശാന്ത് പറയുന്നത് നിങ്ങളെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ലീഡറായിരിക്കും. എന്നിട്ടാണ് തളപതി വിജയനെ കാണിക്കുന്നത്. പിന്നീട് മെൻഷൻ ചെയ്യുന്നുണ്ട് തളപതി വിജയ് സ്പെഷ്യൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ഒരു പ്രമുഖ ഏജൻ്റായിരുന്നു. പിന്നീട് തളപതി 68ൻ്റെ റെഫറൻസും കൂടെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 68 സക്സസ്ഫുൾ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ്. സോ അത് റെഫർ ചെയ്യുന്നത് തളപതി വിജയൻ്റെ ഫിൽമോഗ്രാഫിയാണ്. സോ പാസ്റ്റിൽ തളപതി വിജയ് ബാങ്കോക്കിൻ്റെ ഒരു മിഷനിൽ ഇടയിൽ കൂടെ കോംപ്രമൈസ് ആയിപ്പോയി. അയാളെയും അയാളുടെ ഫാമിലിയെയും ആക്രമിക്കാൻ കുറേ ആൾക്കാർ വന്നു. സോ അന്ന് വൈഫിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും സ്പെഷ്യൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന തളപതി വിജയൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ഗാന്ധി. ഈ ക്യാരക്ടറിന് ഒരു മകനുണ്ട്. മകൻ ഒരു സയൻറ്റിസ്റ്റ് ആണെന്നാണ് ഒരു സൂചന കിട്ടിയത് ബർത്ത്ഡേ ഷോട്ട്സിന്. കാരണം ബർത്ത്ഡേ ഷോട്ട്സിൽ കാണാൻ പറ്റും മകനാണെന്ന് ഞാൻ പറയില്ല, ബട്ട് മകനെ പോലെ തന്നെ ഒരു സിമിലർ ഒരാൾ ഒരു സയൻസ് ലാബല്ല ഒരു ലാബിൻ്റെ മുന്നിൽ നിൽക്കുന്നതായി കാണാം. ഈ സീനിൽ മകന് ഒരു ഇൻ്റർഗേഷൻ മുറിയിൽ ഇട്ടിപ്പിച്ച് എന്തോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മകനായിരിക്കാം ഗോട്ടിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. പിന്നീട് സ്റ്റോറിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പങ്ക് കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കാം. സോ മകനെ ബേസ് ചെയ്തിട്ട് ഞാൻ 2 തിയറി ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് തിയറി എന്താ വെച്ചാൽ മകൻ ഒരു ടൈം ട്രാവലിംഗ് മെഷീൻ ഉണ്ടാക്കും, എന്നിട്ട് അമ്മയെ രക്ഷിക്കാൻ നോക്കും. പക്ഷെ കൂടുതലും ഫ്യൂച്ചർ ഇവൻസിനെ ആൾട്ടർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ ഈ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചിട്ട് അവൻ ഫ്യൂച്ചർ ഇവൻസിനെ റെക്ടിഫൈ ചെയ്തിട്ട് അവൻ അച്ഛനെയും ബാക്കി എല്ലാവരെയും രക്ഷിക്കും. രണ്ടാമത്തെ തിയറി എന്താണെന്ന് വെച്ചാൽ മകൻ അച്ഛനെ പോലെ ഒരു സിമിലർ ക്ലോൺ ഉണ്ടാക്കും. എന്നിട്ട് മൈക്ക് മോഹൻ്റെ കൂടെ ചേർന്ന് ചെന്നൈ സിറ്റിയിൽ മുഴുവനും ബോംബിടാൻ തീരുമാനിക്കും. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ഈ ഇൻഫർമേഷൻ കിട്ടി. എന്നിട്ട് അവർ മിക്ക ബോംബ്സ് ഡിഫ്യൂസ് ചെയ്യും. എന്നിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉള്ള ബോംബ് അവർ ഡിഫ്യൂസ് ചെയ്യാൻ പോകും. അപ്പോൾ തളപതി വിജയും അവരുടെ കൂടെ പോകും. എന്നിട്ട് തളപതി വിജയും ക്ലോണും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും ക്ലൈമാക്സിൽ നടത്താൻ പോകുന്നത്. ഇത് എൻ്റെ ജസ്റ്റ് തിയറീസാണ്. ഇത് വേണമെങ്കിൽ തെറ്റുമാകാം ശരിയുമാകാം.